ഈ പ്രദേശം അനുഗ്രഹിക്കപ്പെട്ടു, ഈ പള്ളി അനുഗ്രഹിക്കപ്പെട്ടു. ആദ്യമായിട്ടാണ് ഈ 70 വർഷത്തെ ചരിത്രത്തിനുള്ളിൽ ഒരു സഭയുടെ കാതോലിക്ക ബാവ ഈ പ്രദേശത്ത് കാലുകുത്തുന്നത്. അത് ഞാൻ അച്ഛനെക്കുറിച്ച് ദൈവനിയോഗം എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഒരു വലിയ നിയോഗമാണ്. ഈ പരിശുദ്ധ പിതാവ് ഒരുപക്ഷെ ഒരു ചെറിയ പള്ളി ഇത്രയും ദൂരം ഒഴിവാക്കാം വേണമെങ്കിൽ, പക്ഷേ എൻ്റെ കൂടെ ഗുരുനാഥനാണ് അഭിയന്ന് തിരുമേനി, എന്നെ പഠിപ്പിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ വിശാലമായ മനസ്സ്, നമ്മളോടുള്ള സ്നേഹം, ചെറുതെന്നും വലുതെന്നും ഒന്നുമില്ല, എൻ്റെ മക്കൾ, അതാണ് അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവന്നത്. വളരെ ദീർഘമായി യാത്ര ചെയ്ത് ഈ ശുശ്രൂഷയ്ക്കായിട്ടൊക്കെ അദ്ദേഹം ഇവിടെ കടന്നു വന്നിരിക്കുന്നു. ഇടവക മെത്രാപ്പോലിത്ത എന്നുള്ള നിലയിൽ എല്ലാ ഭക്തി ആദരവുകളും തിരുമേനിയെ അറിയിക്കുന്നു. ഞാൻ വൈദിക സെമിനാരിയിൽ പഠിക്കുന്ന കാലത്താണ് കുംഭകോണം ഭദ്രാസനത്തിൽ നിന്നുള്ളതായ വൈദിക സെമിനാരി വിദ്യാർത്ഥികളിൽ നിന്ന് തൂമ്പാക്കുളം എന്ന് പറയുന്ന ഒരു സ്ഥലത്തെക്കുറിച്ച് കേട്ടത്. കൊച്ചുനാളിൽ തൂമ്പായൊക്കെ എടുത്ത് കളച്ചിട്ടുണ്ടെങ്കിലും ഈ തൂമ്പ കിടക്കുന്ന കുളം എവിടെയാണെന്ന് മനസ്സിലായിരുന്നു. പഴയ കാലത്ത് തണ്ണിത്തോടിൽ പല പ്രാവശ്യം ഞാൻ വന്നിട്ടുണ്ട്. തേക്ക് തോടിലും ഒരു പ്രാവശ്യം വന്നെന്നാണ് എൻ്റെ വിചാരം. ഞാൻ തൂമ്പാക്കുളത്ത് ആദ്യമായിട്ടാണ് വരുന്നത്. അത് ഈ സ്ഥാനത്തിന് ലഭിച്ചതിന് ശേഷം വരാൻ പറ്റിയത് ഒരു ഭാഗ്യമായി കണക്കാക്കുകയാണ്. പണ്ട് തണ്ണിത്തോട്ടിൽ വന്ന കാലം ഓർക്കുന്നുണ്ട്. അന്ന് കുമ്പടിയിൽ നിന്ന് ജീപ്പിൽ യാത്ര ചെയ്ത് കല്ലിന്മേൽ കല്ലായിരിക്കുന്നിടത്തൂടെ കല്ലിൻ്റെ മുകളിൽ കൂടെ ജീപ്പിൽ യാത്ര ചെയ്താണ് വന്നത്. ഇന്നിപ്പോൾ നമുക്ക് തണ്ണിത്തോട് വരെ മനോഹരമായിരിക്കുന്ന വഴിയുണ്ട്. തേക്കുതോട് വരെയും ഏകദേശം വലിയ കുഴപ്പമില്ലാത്ത വഴിയുണ്ട്. എന്നാൽ അവിടുന്ന് തൂമ്പാക്കുളത്തിന് ഒന്ന് വഴി ഇന്ന് രാവിലെ ഞാൻ വന്നപ്പോൾ ഇവിടുത്തെ MLA കണ്ട് പറയണമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് MLA ഇവിടെ തന്നെ വന്നത്. MLA അടുത്ത പ്രാവശ്യം ഇതെല്ലാം നല്ലതായിട്ട് വഴി ടാർ ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി എന്നെ ഇങ്ങോട്ട് വിളിക്കാവുള്ളൂ എന്നുള്ളത്. അതിന് MLA എല്ലാം ചെയ്യുമെന്ന് എനിക്ക് നല്ല ഓർമ്മയുണ്ട്.